സമാധിസ്ഥാനം തേടി സന്യാസി ജീവിതം നയിക്കുന്ന റഷ്യൻ സംഘം പത്തനംതിട്ട ജില്ലയിലെത്തി. ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധിസ്ഥാനം തേടിയാണ് ഓമല്ലൂർ പുലിപ്പാറയിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സന്യാസി സംഘം എത്തിയത്. ശിവപ്രഭാകര സിദ്ധയോഗിയെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച 25-അംഗ സന്യാസി സംഘമാണ് പത്തനംതിട്ട ഓമല്ലൂരിലെത്തിയത്. റഷ്യയിൽ ദിവ്യലോകാശ്രമം സ്ഥാപിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. സിദ്ധയോഗിയുടെ വിശ്വാസികൾ ഉൾപ്പെടുന്ന 3 ഗ്രാമങ്ങളും 1000-ലേറെ ശിഷ്യന്മാരും റഷ്യയിലുണ്ട്. ദിവ്യലോകാശ്രമം മഠാധിപതി സ്വാമി വിഷ്ണു ദേവാനന്ദഗിരിയുടെ നേതൃത്വത്തിലെത്തിയ ഇവർ സമാധിസ്ഥാനവും പുലിപ്പാറയും സന്ദർശിച്ചു. ഗുരുവിന്റെ സമാധിസ്ഥാനം വലിയ ആശ്രമമാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആഗ്രഹം. This is ashram in Pulipara, Amalur. This is really a holy place, and we come here from Russia especially for visit to Samadhi place our Param Guru Prabhakara Siddha Yogi for pray, meditate, and we're very glad stay here because this is really a holy place. ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനങ്ങളാണ് റഷ്യൻ സൈനികനായിരുന്ന ദേവാനന്ദഗിരി ഉൾപ്പെടെയുള്ള സ്ത്രീ പുരുഷ സംഘത്തെ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിച്ചത്. 2 വർഷം മുമ്പ് കുംഭമേളയ്ക്ക് ഹരിദ്വാറിലെത്തിയപ്പോൾ ഇവർ സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. പ്രകൃതി രമണീയമായ പുലിപ്പാറ മലയിലെത്തിയ സംഘം ധ്യാനവും യോഗയും മറ്റു പ്രാർത്ഥനകളും നടത്തി. കേരളത്തിലെ മറ്റ് ആശ്രമങ്ങൾ കൂടി സന്ദർശിച്ച ശേഷം ഇവർ ശനിയാഴ്ച ടിബറ്റിലേക്ക് യാത്രയാകും. മനോരമ ന്യൂസ്, പത്തനംതിട്ട.